ഹലോ ഗൈസ്, ട്രാവൽ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ചെറിയ ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഡോവർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഡോവറിലാണ് ഞങ്ങൾ ഹോളിഡേ ഇന്ന് 3 ദിവസം ചെയ്യാൻ പോകുന്നത്. അപ്പം വേറെ ഒന്നുമില്ല, അവിടെ ഞങ്ങളൊരു ക്യാരവൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയാണ് എല്ലാ ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലി മാത്രമാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് 3 days അവിടെ എന്തൊക്കെയാണ് പരിപാടികളൊന്നും, അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ട്രാവൽ ലൈഫ് ഗോയിങ് ടു ഡോവർ. അപ്പോൾ ഗായ്സ്, ഞങ്ങളങ്ങനെ ഡോവറിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഡോവർ കാസ്റ്റിൽ. ഇതിവിടെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് വേണമെന്ന് ചെയ്യാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്യാരവാൻ. അങ്ങനെ ഗൈസ്, ഞങ്ങളങ്ങനെ സെൻറ്റ് മാർഗരറ്റ് ഹോളിഡേ പാർക്കിങ്ങിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇപ്പോൾ ഇവിടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ പോയി അവിടെ നിന്ന് പോയി നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ മേടിക്കാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ വരുന്നത്. ബാക്കി കാര്യങ്ങൾ കീ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി വരാം. ഓക്കെ, അപ്പം നമ്മൾ ബുക്ക് ചെയ്ത ക്യാരവാൻ ഇതാണ് 185. അപ്പോൾ നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് ക്യാരവാൻ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ക്യാരവാൻ. നമ്മൾ നെക്സ്റ്റ് 3 days ഇവിടെ ആയിരിക്കും. ഇവിടെയോട്ട് കയറി വരുമ്പോൾ തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ കാര്യങ്ങളൊക്കെ, വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ലോഞ്ച് TV ഉണ്ട്. നമുക്കിവിടെയൊക്കെ കിടക്കാൻ വേണമെങ്കിൽ. ഇവിടുന്ന് നേരെ നമുക്കിവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് നമ്മൾ മുറിയിലോട്ടൊക്കെ പോകണം. പോയി നോക്കാം. ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ പിള്ളേർക്ക് കിടക്കാൻ 2 ബെഡുണ്ട്. അത്യാവശ്യം കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു മിററുണ്ട്. കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഒരു വലിയ ബെഡ്റൂമാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റി ഉണ്ട്. കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ജസ്റ്റ് ഒരു ബാത്റൂം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് 3 days നമുക്കിവിടെ കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കാൻ. അതുപോലെ തന്നെ മൈക്രോവേവ് ഇവിടെയുണ്ട്. അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഫെസിലിറ്റി പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇതുണ്ട്, കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. പ്ലേറ്റ് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമുക്ക് വേണ്ട സ്പൂണ്, സിസേഴ്സ്, അതുപോലെ തന്നെ നൈഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയുണ്ട് അത്യാവശ്യം സാധനങ്ങൾ. ഓക്കെ, വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ ഓരോ ബോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാം. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. വാ, എല്ലാവരും വാ. ഹലോ ജീവിതത്ത് വാ. ജീവിതത്തെ എവിടെയാണ് നീ വന്നിരിക്കുന്നത്? നീ എവിടെയാണ് വന്നിരിക്കുന്നത്? എസ്തർ, ഓളാച്ചി, ഇവിടെ നീ വന്നിട്ടുണ്ടോ? അവിടെ എന്നാ നീ വന്നിരിക്കുന്നത്? ഇവിടെ ജൂഡിത്ത് വന്നിട്ടുണ്ടോ? നെയ്തം വന്നിട്ടുണ്ടോ ഇവിടെ? എന്നാ വന്നേ?
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പം ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മത്തി ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തി ഫ്രൈ ഞങ്ങൾ മത്തിയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് ഫ്രൈ ചെയ്തതാണ്. പിന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ നല്ല മുളകിലിട്ട സാൽമൺ മീൻ കറി, പിന്നെ നല്ല പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കറികളാണ് ഇന്ന് ഇപ്പം ഉച്ചയ്ക്കുള്ളത്. നമുക്കിത് അതൊക്കെ കഴിക്കാം. ഓക്കെ. പിന്നെ ചോറ് കേട്ടോ, ചോറ് നമ്മുടെ കുത്തിരിച്ചോറ്. പിന്നെ നല്ല ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പോൾ കുറച്ച് ബീഫ് ഫ്രൈ എടുത്ത് നോക്കാം. ബീഫ് ഫ്രൈയുടെ കൊടുത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ബീഫ് ഫ്രൈ കേട്ടോ. അടിപൊളി ബീഫ് ഫ്രൈ ആണ്. കുറച്ച് ബീഫ് ഫ്രൈ, പിന്നെ കുറച്ച് ക്യാബേജ് എല്ലാം പാത്രത്തിനകത്തിട്ട് തന്നെ തിന്നാം. കാരണം ഇവർ അധികം പാത്രങ്ങളില്ല നമുക്ക്. ഓക്കെ. പിന്നെ ഇനി കുറച്ച് മീൻ കറി എടുത്ത് നോക്കാം. നല്ലൊരു പീസ് തന്നെ എടുത്തേക്കാം. അടിപൊളി മീൻ കറിയാണ്. കുറച്ച് ചാറോട് കഴിക്കാം. ചാറോടൊക്കെ കഴിച്ച് അടിപൊളി. കുറച്ച് ചാറ് ഇങ്ങനെ നടുക്കോട്ട് ഇങ്ങനെ ഒഴിക്കണം ചോറിൻ്റെ ശകലം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ചോറ്. അത്യാവശ്യം എല്ലാ കറികളുണ്ട്. name is Esther. I'm really excited because I going back big holiday because I'm really excited going swimming. Hello, hi. My name is Nathan. And I'm eating food. And I'm swimming. Really? Happy birthday to you. Happy birthday to you. അങ്ങനെ ഗൈസ് നമ്മൾ ഡോവർ പോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഡോവർ പോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം. ഡോവർ പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഡോവർ പോർട്ടിൻ്റെ. ഇവിടുന്ന് ഫ്രാൻസിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വണ്ടിയായിട്ട് വരുന്ന ഇതുപോലത്തെ ഷിപ്പിൻ്റെ അകത്ത് നമ്മൾ നേരെ കയറുന്നു. വിത്ത് വണ്ടിയായിട്ട് നമുക്ക് ഫ്രാൻസിലേക്ക് പോകാൻ പറ്റും. അതിനുള്ള മെയിൻ സ്ഥലമാണിത്, ഡോവർ പോർട്ട്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇക്കരന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് ഫ്രാൻസിലേക്കൊക്കെ പോകുന്നത് വണ്ടിയായിട്ട്. അടിപൊളി സ്ഥലം. ഡോവർ ക്ലിഫ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞാൻ നടന്നു തന്നെയാണ് പോകുന്നത്. കാരണം നടന്നിക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കയറി ചെല്ലത്തില്ല. വണ്ടി നമ്മളവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് നടക്കുക. അടിപൊളി സ്ഥലമാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡോവർ ക്ലിഫ്. ഓക്കെ. അങ്ങനെ ഗൈസ് ഡോവർ വൈറ്റ് ക്ലിഫ് കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈറ്റ് ക്ലിഫിൻ്റെ അടുത്തെത്തി. അടിപൊളി സ്ഥലമാണ്. കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഈ കാണുന്ന കടലിൻ്റെ തൊട്ടപ്പുറത്താണ്
ഫ്രാൻസ്. അപ്പം ഇവിടുന്നാണ് ഈ ഡോവർ പോർട്ടിൻ്റെ അടുത്ത് നിന്നാണ് ആൾക്കാരെല്ലാം മെയിനായിട്ടും വണ്ടിയൊക്കെ ആയിട്ട് ഫ്രാൻസിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയാണിത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മുടെ മൊബൈൽ ഫോൺ വരെ കാണുമ്പോൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്, വെൽക്കം ടു ഫ്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയ്ക്ക് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിൻ്റെ. അടിപൊളി സ്ഥലമാണ്. ഇതാണ് വൈറ്റ് ക്ലിഫ്. ഇത് വളരെ ഫേമസ് ആണ്. ഇവിടെ നമുക്ക് UK പല ഭാഗത്തുള്ള ആൾക്കാർ കാണാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അങ്ങനെ ഗൈസ്, നമ്മുടെ കാരവൻ പാർക്കിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ 3 ദിവസം ഇവിടെ അടിപൊളിയായിരുന്നു. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയാണിത്. ഞാനിതിൻ്റെ ഈ കാരവാൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾക്കിപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് £200 3 ഡേയ്സിലേക്ക്. അതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സമ്മർ സീസൺ അല്ലാത്ത ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ വളരെ ചീപ്പാണിത്. £70 £80 ഒക്കെ 3 ദിവസം നമുക്ക് റൂം അവൈലബിൾ ആണ് ഇവിടെ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ വേറൊന്നുമില്ല. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ 3 ദിവസം നല്ലതായിട്ട് റിലാക്സ് ചെയ്തു, മൈൻഡ് നല്ല ഫ്രഷായി. ഇനിയും ബാക്ക് ടു റിയാലിറ്റി. ബൈ ബൈ.